ഹായ് ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ അഫ്ഗാനി ചിക്കനും പിന്നെ ബാക്കിയുള്ള ചോറ് കണ്ട് നല്ലൊരു അടിപൊളി റോട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചോറ് കണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള റോട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ആദ്യം ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് മട്ടൺ റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് റൈസായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള റൈസ് 2 കപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് 1 കപ്പ് വേണമെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചോറ് എന്താ പറയുക, ചില ചോറുണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അത് നല്ല നൈസായിട്ട് തന്നെ അരഞ്ഞിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കേണ്ട കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി ഹാർഡുള്ള അരിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന മാവിലേക്ക് നമുക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിത് ആദ്യം 1 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം എന്നിട്ട് വീണ്ടും 1 കപ്പ് ചേർക്കാം. അങ്ങനെ ഞാൻ ടോട്ടലായിട്ട് 4.5 കപ്പ് മൈദാമാവാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 കപ്പാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. 2 കപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടി ഇങ്ങനെ 1 കപ്പായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ബോൾ രൂപത്തിൽ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം എന്നിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുത്തിട്ട് എന്നിട്ട് വീണ്ടും ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം കേട്ടോ. ഓയിൽ തടവി കൊടുത്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ മാറ്റി വെക്കാം. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ ആ ബോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി വലിയ ബോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അനുസരിച്ചിട്ട് ബോള് കുറച്ച് ചെറുതാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് ഇച്ചിരി വലുതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു മീഡിയം സൈസിലുള്ള ഒരു ബോളാക്കി എടുക്കാം കേട്ടോ. ഇച്ചിരി ചെറിയ ബോളാക്കി തന്നെ എടുക്കാം. അങ്ങനെ ഞാൻ മൊത്തത്തിലായത് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്ത് അടച്ചു വെക്കാം കേട്ടോ. തുറന്ന് വെക്കരുത്, അത് ഹാർഡായി പോവും. ചോറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹാർഡായി പോകും കേട്ടോ. അതുകൊണ്ടാണ് അടച്ചു വെക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. തുറന്ന് വെക്കരുത്, അടച്ചു തന്നെ വെക്കുക. ഒരു ബോൾസ് എടുത്തിട്ട് എനിക്ക് വീണ്ടും അടച്ചു വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ബോളൊന്ന് പരത്തിയെടുക്കാം. അതിനിപ്പോൾ കുറച്ച് മൈദമാവ് വിതറി കൊടുക്കുക. എന്നിട്ട് നല്ല നൈസായിട്ട് തന്നെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് നൈസാക്കിയിട്ട് തിന്നായിട്ട് പരത്താൻ പറ്റുന്നോ അത്രത്തോളം തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പം ഞാനെടുത്ത ബോൾ ഇച്ചിരി വലുതാണ്, അപ്പോൾ ഇത്രയും വലിയ ആവശ്യമില്ല കേട്ടോ. ഇച്ചിരി മീഡിയം സൈസിലുള്ള ബോളാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിന് പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. കയ്യിലായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓയിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ഓയിൽ ബ്രഷിൽ തന്നെ തടവി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദാമാവ് വിതറി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഒരു വശത്തുനിന്ന് ഇങ്ങനെ ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് മൈദമാവ് വിതറി കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദമാവ് വിതറി കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡിൽ നിന്ന് അതുപോലെ തന്നെ ആക്കി കൊടുക്കുക. ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലും കുറച്ച് മൈദമാവ് വിതറി കൊടുക്കുക. എന്നിട്ട് ഈ വശത്തുനിന്ന് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ മടക്കി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മൊത്തത്തിലായി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ മടക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ അത് നമ്മൾ പരത്തുമ്പോൾ നല്ല ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ലെയറായിരിക്കും. ഇതുപോലെ ചെയ്യുമ്പോൾ അതിനകത്ത് നല്ല ലെയർസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി മൈദമാവ് വിതറിയിട്ട് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം.
ഒരു സ്ക്വയർ രൂപത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ആ ഇടീൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഓയിൽ ഒരു പാൻ ചൂടാൻ വെക്കുക. പാൻ ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടെന്നുണ്ട്, കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞ ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊരു 30 സെക്കൻഡ് ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ അകത്ത് അടുത്തവയിൽ വരുന്നില്ല കേട്ടോ, ഞാൻ കയ്യിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നന്നായി പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് നല്ല ലെയർസാണ്. അപ്പോൾ ആ ലെയർസ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ആ ലെയർസ് അങ്ങ് പൊട്ടിപ്പോകുമ്പോൾ അത് താണിട്ട് പോകുന്നു കേട്ടോ. അതങ്ങ് താന്ന് പോവും. അപ്പോൾ അതൊന്നും ഇതാക്കണ്ട. നല്ല ലേയേഴ്സ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ പൊട്ടിപ്പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല പൊങ്ങി വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നല്ല പൊങ്ങി വരും. അപ്പോൾ അതിൻ്റെ ലെയർ ഇടയ്ക്ക് പൊട്ടി, അപ്പോൾ അതുകൊണ്ടാണ് അത് താന്ന് പോയത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത പാൻ ഇച്ചിരി ചെറുതായി പോയി. അപ്പോൾ അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഞാൻ അടുത്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട്. അതിപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ തന്നെ നന്നായി പൊങ്ങി വരും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായി പൊങ്ങി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ മറ്റേ വശം കൂടി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡ് നല്ല മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാറ്റാം. ഇതിപ്പോൾ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഞാൻ മുകളിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റായിട്ടാണ്. അപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല പൊങ്ങി വരും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു അപ്പാന്ന്. ഏത് കറിൻ്റെ കൂടെ നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ 2 സൈഡ് ഇതുപോലെ മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാനിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പാനിലാകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. അത് നന്നായി പൊങ്ങി വരും കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ പൊങ്ങി വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കല്ലേ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ അകം വേവില്ല. അപ്പോൾ അതിൻ്റെ അകം വേവണമെങ്കിൽ നമ്മൾ ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായി പൊങ്ങി വരുന്ന കണ്ടില്ലേ. ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പൊങ്ങി വരും കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നന്നായി പൊങ്ങി വരും. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായി പൊങ്ങി വരും കേട്ടോ. അതാ ഞാൻ പറഞ്ഞില്ലേ, ലെയർ അതിനകത്ത് നല്ല ലെയർസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ലെയർ പൊട്ടുമ്പോൾ അത് താന്ന് പോകുന്നത്, അതങ്ങ് പൊട്ടിപ്പോകട്ടെ. ആ സൈഡിൽ നിന്ന് പൊട്ടിപ്പോകുമ്പോൾ അത് താന്ന് പോകുന്നത്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ കുഞ്ഞുമോന് ഉറങ്ങായിരുന്നു. അപ്പോൾ അവന് എണീറ്റ് വന്നിട്ടാ. അപ്പോൾ അതിനിടയിൽ അവന് എണീറ്റ് വന്ന് അമ്മാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഉറങ്ങിയായിരുന്നു ഇപ്പോൾ ഇതുവരെ. അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്തേറെ ഞാൻ വീഡിയോ എഡിറ്റാൻ ഇരിക്കല് കേട്ടോ. അപ്പോൾ അവനിന്ന് പെട്ടെന്ന് എണീറ്റ് വന്ന്. ഇനിയിപ്പോൾ അവൻ്റെ സൗണ്ട് കൊച്ചൊക്കെ കേൾക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തത്തിലായി ചുട്ടെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ. ഇതിപ്പോൾ കണ്ടില്ലേ, അത് നമ്മൾ ഒരു സൈഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായി പൊങ്ങി വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് ചോദിക്കാം, പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കാണിച്ചത്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല പൊങ്ങി വരും കേട്ടോ. അത് ആ ലെയർസ് ഇങ്ങനെ പൊട്ടി പോകുമ്പോൾ ഇത് താന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പൊങ്ങി വരുന്നില്ല എന്നൊന്ന് വിചാരിക്കണ്ട കേട്ടോ. നന്നായി പൊങ്ങി വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനകം വേവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി വെന്ത് വരും അതിനകത്ത്. ഇതിപ്പോൾ കണ്ടില്ലേ, മറ്റേ വശം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നന്നായി പൊങ്ങി വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായി പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 വശവും കൂടി നമുക്ക് മുരിച്ചെടുത്തതിന് ശേഷം കാസറോളിൽ മാറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ മൊത്തത്തിലായി ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം തന്നെ ഒരു കാസറോളിൽ മാറ്റി കൊടുക്കാം കേട്ടോ.
അങ്ങനത്തെ റോട്ടിയും ഞാൻ മൊത്തത്തിലായി ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അഫ്ഗാനി ചിക്കനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അഫ്ഗാനി ചിക്കന് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനത്തെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം, ഒരു പിടി പുതിനയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് അങ്ങനെ നല്ലതൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ തന്നെ ഒരു പിടി എടുക്കുക. ഇനിയിപ്പോൾ അതാ 2 കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി. അതിപ്പോൾ ഞാൻ വലുതാണ്ടാണ്, അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ കൂട്ടിക്കൊടുക്കാം കേട്ടോ. ഒരു 4-5 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ഉണ്ടാകുന്നു ഞാൻ 5 ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവില്ലാത്തതാണെങ്കിൽ ഒരു 10 എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു 1/4 കപ്പ് കാഷ്യൂ, കുതിർത്ത് വെച്ച കാഷ്യൂ ആണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നൈസായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം, 1 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ തന്നെ മാറ്റി വെക്കാം. ഞാനിപ്പോൾ അരമണിക്കൂർ വെക്കുന്നുള്ളൂ കേട്ടോ. 1 മണിക്കൂർ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കടായി ചൂടാന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂണും ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അതിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രേവി വെച്ച് കൊടുക്കണ്ട, അത് ചിക്കൻ പീസസ് മാത്രം വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ഗ്രേവി കളയരുതിട്ട്, അതിൻ്റെ ഗ്രേവി മാറ്റി വെക്കാം. അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കത് ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ആ ഗ്രേവി, അത് കളയരുത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനെടുത്ത പാനിൽ മുഴുവനായിട്ട് ചിക്കനും പിടിക്കുന്നില്ല, അങ്ങനെ ഞാൻ വേറൊരു പാനിലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞാൻ ഗ്രേവി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവസാനം നമുക്കത് വേണം. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിലായി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ മൊത്തത്തിലായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പാനിലുള്ള ചിക്കൻ ഞാൻ എല്ലാം ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്, ഒറ്റ കടയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ മാറ്റി വെച്ച ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബട്ടർ ചേർത്താൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കട്ടിയിൽ ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പും കൂടി നോക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കസൂരിമേത്തിയും ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ അഫ്ഗാനി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാം കേട്ടോ. ഇനിയിപ്പോൾ എപ്പോഴും ഞാൻ പറയാനുള്ള പോലെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. നമുക്ക് മസാല വയറ്റും അങ്ങനെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റോട്ടിയും അഫ്ഗാനി ചിക്കനും റെഡി. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഇതിപ്പോൾ അതിൻ്റെ അകം നോക്കിയാൽ നല്ല ലെയറോട് കൂടിയിട്ടുള്ളൊരു
അടിപൊളി റോട്ടിയാണ് കേട്ടോ. റോട്ടി നമുക്ക് വെറുതെ കഴിക്കാനും തോന്നും, അത്രക്കും ടേസ്റ്റാണ് ഈ റോട്ടിക്ക്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ബാക്കി വന്ന ചോറ് ഇനി കളയല്ലേ കേട്ടോ. ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ ഇന്ന് നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും.